ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബോളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 or 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് അതോടെ ഒന്ന് എടുത്ത് വെക്കണം. ഇനി ഈ ബ്രെഡിൻ്റെ പീസ് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ബാച്ചായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുൾ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ നാക്കിയെടുക്കുക കേട്ടോ. അത് ബ്രെഡ് ചെറുതായിട്ടൊന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടിയായിട്ടിരിക്കാതെ ഇതുപോലെ ചെറിയൊരു നനവ് കിട്ടുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടത് ഈ ഒരു രീതിയിൽ മതിയാകും. ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ ഒന്ന് കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിന് ഇതിലേക്കുള്ള മസാലപ്പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ബ്രെഡിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് ആദ്യം നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബ്രെഡും സവാളയും കാര്യങ്ങളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ നന്നായിട്ടൊന്ന് കോട്ടിങ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മാക്സിമം അത്ര വെള്ളം മതിയാവട്ടെ. നോക്കിയിട്ട് 2-3 ടേബിൾ സ്പൂൺ മതിയാകും. വെള്ളം കൂടി പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഉൾഭാഗത്ത് വേവാത്ത മസാല കറക്റ്റ് അങ്ങ് വെന്ത് കിട്ടാത്ത ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. കാരണം കുറച്ചൊരു കട്ടിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ആ മുട്ടയിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു വെള്ളമായാൽ മതി, കൂടുതൽ വേണ്ട. അതാ ഈ ഒരു രീതിയിൽ മതിയാകും. ഇനി നമ്മൾ ആദ്യം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ട എടുത്തിട്ട് 4 പീസ് എന്നുള്ള രീതിയിലാക്കിയിട്ട് സൈഡിൽ വെക്കാം. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് കുറച്ചെടുക്കുക. അതിലേക്ക് 1 പീസ് മുട്ട വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ബ്രെഡിൻ്റെ മിക്സ് എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കവർ ചെയ്ത് വലുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മുട്ടയുടെ പീസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി കേട്ടോ. കാരണം മാവ് കൂടുന്തോറും ഫ്രൈ ആക്കി വരുന്ന സമയത്ത് ഉൾഭാഗം വേവാത്ത പോലെ ഒരു പ്രശ്നം വരും. കാരണം ഭയങ്കര കൂടുതൽ കട്ടിയിലിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ചെറുതായിട്ടൊരു കവറിങ് അത്ര മതി. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ മിനുസപ്പെടുത്തി ഷേപ്പ് ആക്കി എടുക്കുകയൊന്നും വേണ്ട. അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രൈ ആയി കറക്റ്റ് അങ്ങ് ഉള്ളിലേക്ക് വേവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇത്തിരി മാവ് എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് മുട്ടയുടെ പീസ് വെച്ച് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക, ബോൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെയെങ്കിലും. അപ്പോൾ മുഴുവൻ 12 പീസ് നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ ഒരുപാട് കൂടുതൽ ചൂട് വേണ്ട. അങ്ങനെ ആവുന്ന സമയത്ത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് ചുവക്കുകയും ചെയ്യും, ഉള്ളിലേക്ക് വേവ് എത്തൂല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ കുറച്ച് കൂടുതൽ സമയം കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് ഉന്നക്കായൊക്കെ പോലെ ഒരുപാട് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കണ്ട. അങ്ങനെ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഫ്രൈ ആക്കുമ്പോൾ ഉള്ളിലേക്ക് വേവെത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മുട്ട വെച്ച് മാവ് കവർ ചെയ്തെടുത്തിട്ട് അങ്ങിടുകയാണെങ്കിൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ കിട്ടിക്കോളും. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ മാവ് വെച്ചിട്ട് അത്യാവശ്യം വലിയ 3 മുട്ട ഒരു 12 പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യാനാണ് ഉണ്ടാവുക. ചെറിയ മുട്ട, സ്മോൾ സൈസുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 4 മുട്ടയ്ക്കുള്ള മാവ് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ പീസ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ അങ്ങനെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കട്ട്ലറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ പുറം ഭാഗം കുറച്ച് നല്ല കൂടുതൽ ക്രിസ്പി, ഉള്ളിൽ ഇത്തിരി സോഫ്റ്റും ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്
പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഗിഫ്റ്റ് അൺബോക്സിങ്ങും കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു മോളാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. ഐഷ സിയ എന്നാണ് ആളുടെ പേര്. ഫദ്വാസ് കിച്ചൻ്റെ ഈ ഒരു ലോഗോ കയ്യിൽ വെച്ച് തുന്നി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോഗോ കേട്ടോ നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഐഷ സിയക്ക് കേട്ടോ.